കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഈ വീട്ടില് എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടണം. മോനെ, മോനെ, നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോകുക. എന്റെ മോനെ, നീ ഇവിടെ വന്നിരിക്കും. അപ്പൻ ചോദിക്കട്ടെ. എനിക്ക് എന്റെ സ്വത്തൊക്കെ താ. ഞാൻ ചോദിച്ചത് എനിക്ക് അവകാശപ്പെട്ടത് മാത്രമാണ്. സ്വത്തൊക്കെ മേടിച്ച് നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എങ്ങോട്ടാ പോകുന്നത് തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. നിനക്ക് തരാം. നിനക്ക് അവകാശപ്പെട്ടതല്ലേ ഇതെല്ലാം. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. അവകാശപ്പെട്ടത് തന്നെ ചോദിച്ചേ. അവകാശപ്പെടാത്ത ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടത് കിട്ടണം. മോനെ, നിനക്ക് തരാൻ ഈ അപ്പന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നീ പോവാന്ന് പറയുമ്പോൾ ഈ നെഞ്ചൊന്ന് പിടയ്ക്കുകയാണ്. തുടങ്ങി മുതലക്കണ്ണീര് തുടങ്ങി. ഞാൻ പറഞ്ഞത് കേട്ടാ മാത്രം മതി. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് ഇപ്പൊ കിട്ടണം. മോനെ, തരാം. നിനക്കുള്ളതെല്ലാം ഈ അപ്പൻ തരാം. മോനെ, സൂക്ഷിച്ചുപയോഗിക്കണേ. സൂക്ഷിച്ച് പോണേ. എനിക്ക് ചെറിയ ജോലി തരും. അങ്ങനെയെങ്കിൽ എന്റെ പന്തുകൾ നോക്കിക്കൊള്ളുക. എന്റെ പിതാവിന്റെ അടുത്ത് എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു. ഞാനോ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവ്, സ്വർഗത്തിലെല്ലായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അതെ, ഞാൻ പോകും. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എന്റെ അപ്പൻ്റെ അടുത്തേക്ക് പോവുക.
വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുന്നു. കൊടുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുന്നു. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജനിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ സ്വീകരിക്കാൻ തമ്പുരാൻ സാത്താന്റെ വലയിൽപ്പെടാതെ നമുക്കും തിരിച്ചു വരാം. That was beautiful.